അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ തജ്വീദുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ നമ്മുടെ തജ്വീദിലെ ഓരോ പാഠത്തിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങൾ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ധാരാളം മോഡൽ പേപ്പറുകൾ വിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാൽ അവിടെ കാണാം. പിന്നെ അതുപോലെ തജ്വീദിലെ ഓരോ പാഠത്തിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. അത് ഇതുവരെ ലഭിക്കാത്തവർ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടുതരുന്നുണ്ട്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ തുടങ്ങാം. ആദ്യത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുക്കാം. ഒരു പ്രദേശത്ത് ഡാഷ് ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഇത് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ കാണാം. ഒന്നാമത്തെ പേജിൽ താഴെ പാരഗ്രാഫിൽ കാണാം. ഒരു പ്രദേശത്ത് ഖുർആൻ മനപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഇനി അടുത്ത പ്രവർത്തനം ഉദാഹരണങ്ങൾ എഴുതാൻ. ഹാ ഉള്ളമീറിൻ്റെ മുമ്പും സുക്കൂൻ വന്നതിന് സുക്കൂൻ വന്നതിൻ്റെ ഉദാഹരണം എഴുതാനാണ്. ഈ ഹാ ഉത്തനീസും ഹാ ഉള്ളമീറും അതുപോലെ ഹാ ഉസക്ത ഇത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോ ഉണ്ട്. അത് കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യത്യാസം, എങ്ങനെ തിരിച്ചറിയുക, പരീക്ഷയ്ക്ക് വന്നാൽ എങ്ങനെയാണത് എടുത്ത് എഴുതാന്നൊക്കെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കാണാത്തവർ വീഡിയോ കാണാം. ഇവിടെ ഹാ ഉള്ളമീറിൻ്റെ മുമ്പ് സുക്കൂൻ വന്നതിനാണ്. മുമ്പ് സുക്കൂൻ വന്നതിൻ്റെ ഉദാഹരണം അൻഹു തലഹ. ഇതിൽ തുടക്കത്തിലാണ്. നമുക്ക് അൽ ഹ എന്നുള്ള പാഠത്തിൽ കാണാം. അടുത്ത ചോദ്യം ഹാ ഉള്ളമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന്. മുന്നിലും വേണം പിന്നിലും വേണം. അതിൻ്റെ ഉദാഹരണമാണ് വ ഇലൈഹിൽ മസീർ. ഇതിൽ ഹാ ഉള്ളമീറിൻ്റെ മുമ്പ് യാ ആണ്, അതിന് സുക്കൂനാണ്. അതുപോലെ ഹാ ഉള്ളമീറിൻ്റെ ശേഷം അലിഫ് ലാമാണ്, ആ ലാമിൻ്റെ മേൽ സുക്കൂനാണ്. അപ്പോൾ മുമ്പും ശേഷം സുക്കൂൻ വന്നു. ഇനി അടുത്ത ഉദാഹരണം സക്തയുടെ ഹാഇൻ്റെ പ്രത്യേകത സക്തയുടെ ഹാ ഇന്ന് എപ്പോഴും സുക്കൂനായിരിക്കും, അവസാനത്തിൽ എപ്പോഴും സുക്കൂനായിരിക്കും. ഉദാഹരണത്തിന് മാഹിയ, ഇഖ്തദി, മാലിയ, ഹിസാബിയ, കിതാബിയ, സുൽത്താനിയ. ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പാഠബുക്കിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. സക്തിയുടെ അതിനുള്ള ഉദാഹരണങ്ങൾ പഠിക്കണം. ഇനി അടുത്തത് ഹ തഇനീസിൻ്റെ ഹ ഓതിയ ചെറിയ ചെറിയ സൂറത്ത് പഠിച്ചതിലുണ്ടാകും. ഉദാഹരണത്തിന് അൽ ഖാരിഅതു മൽ ഖാരിഅ, ഇതിൽ ഹ തഇനീസിൻ്റെയാണ്. അതുപോലെ വഫാക്കിഹത്തിൻ കസീറ, അതുപോലെ ആമിലത്തുൻ നാസിബ, ഹൽ അതാക ഹദീസുൽ ഗാശിയ, ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ചെറിയ ചെറിയ സൂറത്ത് എടുത്ത് ഓതുമ്പോൾ അതിൽ കുറേ ഉദാഹരണം കാണും. ഇനി അടുത്തത് ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണെന്ന് പറഞ്ഞത്? അത് ഖുർആൻ അല്പമെങ്കിലും മനപ്പാഠമില്ലാത്തവനെ സംബന്ധിച്ചാണ് അല്ലേ? അല്പമെങ്കിലും ഖുർആൻ മനപ്പാഠമില്ലാത്തവനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം പതിവാക്കൽ സുന്നത്തായ 2 ആയത്തുകൾ എഴുതാം. പതിവാക്കൽ സുന്നത്തുള്ള 2 ആയത്തുകൾ. 1 ആയത്തുൽ കുർസി, 2 ആമന റസൂൽ. വേണമെന്നുണ്ടെങ്കിൽ ലൗ അൻസൽന അതും എഴുതാം. ഇതൊക്കെ ആയത്തുകളാണ് കേട്ടോ. ഈ സൂറത്ത് ചോദിച്ചാൽ സൂറത്ത് എഴുതണം. അടുത്ത ചോദ്യം സിഫത്തുകൾ എന്ന് പറയുന്നു എന്തിന്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം ഹാ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? അതുപോലെ തന്നെ മറ്റൊരു രീതിയിലും ചോദിക്കും, ഹാ തഅനീസിനെ കൂട്ടി ഓതുമ്പോൾ എങ്ങനെ ഓതണം? അതിൻ്റെ രണ്ടിൻ്റെയും എങ്ങനെ ഓതണം എന്നുള്ളത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹാ തഅനീസിനെ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതുമേൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹാ ആയിട്ടും ഓതും. അടുത്ത ചോദ്യം ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഹംസത്തുൽ വസ്ൽ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദു, റഹീമിൽ ഹംദു. അവിടെ അൽഹംദു എന്നുള്ളത് എന്തല്ല? വസ്ലിൻ്റെ ഹംസ അല്ല, ഖത്തഇൻ്റെ ഹംസ അല്ല, വസ്ലിൻ്റെ ഹംസയാണ്. പെട്ടെന്ന് മനസ്സിലാകാൻ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുട്ടോ. അതിന് വേണ്ടിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ പാഠഭാഗത്തിലുള്ള ഉദാഹരണം പഠിച്ചാലും മതി. അതുപോലെ ഇഹ്ദിന സിറാത്ത, ഇഹ്ദിന അസ്സിറാത്ത അല്ല, ഇഹ്ദിന സിറാത്ത. അവിടെ വസ്ലിൻ്റെതാണ്, ഖത്തഇൻ്റെതല്ല. അങ്ങനെ ഹംസത്തുൽ വസ്ലിനും ഈ രണ്ട് ഉദാഹരണം, ഹംസത്തുൽ ഖത്തഇനും ഈ രണ്ട് ഉദാഹരണം പഠിക്കുക. ഖത്തഇന് കുറേ ഉണ്ട്. അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അതല്ലെങ്കിൽ ഇയ്യാക നഅ്ബുദു. ഇങ്ങനെ ചെറിയ ചെറിയ സൂറത്തുകളിലുള്ള ഉദാഹരണം എഴുതിയാലും മതിയാവും കേട്ടോ. ഇനി അടുത്തത് തുടങ്ങുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഡാഷ് പൂരിപ്പിക്കാനാണ്. തുടങ്ങുമ്പോഴും ചേർത്തി എഴുതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നു. അടുത്തത് റിഖ്വ്. മഖ്റജിൽ ഊനൽ ദുർബലമായതിനാൽ മൃദുവായി ഡാഷ് ശബ്ദം നടക്കൽ. അടുത്തത് ഇസ്തിഅ്ലാ. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി ഡാഷ് അണ്ണാക്കിലേക്ക് ഉയരൽ. അടുത്തത് ഇത്ബാഖ്. പൂരിപ്പിക്കാം. നാവിൻ്റെ മധ്യഭാഗം ഡാഷ് അണ്ണാക്കുമായി ചേരുക. ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന ഡാഷ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അടുത്തത് അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ ഡാഷ്, അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. ഇതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. പാഠഭാഗത്തുണ്ടാവും. ഖുർആനിൽ നൈപുണ്യം നേടിയവരെന്ന് തുടങ്ങുന്ന ആ ഭാഗമാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് സക്തയുടെ ഹ ഇനി എപ്പോഴും ഡാഷ്, സക്തയുടെ ഹ ഇനി എപ്പോഴും സുക്കൂനായിരിക്കും. ഇനി അടുത്തത് എല്ലാ ഹാകളും പദത്തിൻ്റെ ഡാഷ്, എല്ലാ ഹാകളും പദത്തിൻ്റെ അവസാനത്തിലാണ് വരിക. അങ്ങനെ ഉണ്ട്. ഹൗ ലമീർ ആണെങ്കിലും ഹൗ സക്തി ആണെങ്കിലും ഹൗ തഅനീത്ത് ആണെങ്കിലും ഒക്കെ വരുന്നത് എവിടെയാണ്? കലിമത്തിൻ്റെ അവസാനമാണ്. ഇനി അടുത്തത് 5, 6, 7 സിഫത്തുകളുള്ള ഡാഷ് ഹർഫുകളുണ്ട്. അവസാനത്തത് സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് ഡാഷ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഇതോടുകൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങളൊക്കെ അവസാനിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.